ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 568 പോയിന്റിന്റെ ഒരു മാസീവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അത് ഉയർന്നിട്ട് 22,941 എന്ന ലെവൽ വരെ പോയിരുന്നു. എന്നാൽ 23,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും പതിവ് പോലെ തന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്യാനാവാതെ താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒടുവിൽ 22,679 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 600 പോയിന്റിന്റെ ഒരു റിലീഫ് റാലി നടക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ 348 പോയിന്റിന്റെ ഒരു റാലി മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ 22,900 23,000 എന്ന ലെവല് അതൊരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് മറികടന്ന് മുകളിലേക്ക് തുടരാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റ് കൂടുതൽ കരുത്താർജിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള 22,600 22,500 ലെവല് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 22,300 എന്നുള്ള ആ ഒരു പഴയ നിലവാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഷ്യസ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റ് ആവാനാണ് സാധ്യത. ഓവർനൈറ്റ് മറ്റ് നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ് നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. എന്നാൽ ഉയർന്ന ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഇനിയും ഉണ്ടായേക്കാം. അപ്പോൾ US ഇറാന് സംഘർഷങ്ങൾ അത് കുറയുന്നുണ്ട് എന്നുള്ള സൂചനകൾ അത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ആശ്വാസ റാലി നമ്മൾ കാണുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഘർഷം ഉടൻ തന്നെ അവസാനിച്ചേക്കാം എന്ന് സൂചിപ്പിച്ചത് ഗ്ലോബൽ ലെവലിൽ ഒരു ശുഭപ്രതീക്ഷ അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഡൗ ജോൺസും S&P 500 നാസ്ഡാക്കും ഒക്കെ 3 to 4% റാലിയാണ് നടന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലായാലും ഡാക്സ്, FTSE, CAC പോലെയുള്ള ഇൻഡെക്സുകളൊക്കെ 1% മുതൽ 2% വരെ റാലി നടന്നിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കോസ്പി 8%, നിക്കി 225 5%, ഷാങ്കായ്, ഹാങ്സങ് ഒക്കെ 1 മുതൽ 2% ഒക്കെ മൊത്തത്തിൽ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് വന്നതായിട്ട് കാണാം. ഇതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിക്ഷേപകർക്ക് നല്ലൊരു ആവേശം ഉണ്ടാവും. പ്രത്യേകിച്ച് ടാക്സ് ഹാർവെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ലോസ് ബുക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ പുതിയ ബൈങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മൂവും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ വില അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ യുദ്ധഭീതി കുറഞ്ഞതോടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് 98 105 എന്ന റേഞ്ചിനിടയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 100-ൽ താഴെ ക്രൂഡ് ഓയിൽ വില പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റാലി ഒരു ഷോർട്ട് ടേം റീബൗണ്ട് ആയിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കാരണം ഒഫീഷ്യലായിട്ടുള്ള സീസ് ഫയറോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള റെസ്പോൺസ് വന്നാലേ നമുക്ക് യുദ്ധം ഒരു സെറ്റിൽമെൻറ്റിൽ എത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ചർച്ചകൾ എത്രത്തോളം പ്രായോഗികമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലെ മുന്നോട്ട് പോക്ക്. യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചാൽ തീർച്ചയായിട്ടും ഈ റാലി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൂടാതെ ഇന്നത്തെ FIIs ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം അവർ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വൻതോതിൽ FI സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ വീണ്ടും വാങ്ങാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇന്ന് നടന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, രൂപയുടെ മൂല്യം അത് ഡോളറിനെതിരെ 93 ലെവലിലേക്ക് താഴ്ത്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം RBI എടുത്തിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ കാരണം മാർക്കറ്റിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇനിയുള്ള 1-2 ആഴ്ചകളിലും ഒരുപക്ഷെ ഈ വളറ്റിലിറ്റി തുടർന്നുകൊണ്ടേയിരിക്കാം. കാരണം ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളത് 1 week or 2 weeks കൊണ്ട് ഈ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാവുമെന്നാണ്. ഇതുപോലെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കാണുന്നത് ഇന്ത്യ വിക്സ് 10% ഏകദേശം ഡൗൺ ആയിട്ട് ഇപ്പോൾ 25 എന്നുള്ള റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 25-ന് താഴെയുള്ള ഒരു വിക്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്സ് ആണ്. എങ്കിലും 20-ന് താഴെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതൊരു സേഫ് സോണിൽ എത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. അതുപോലെ ഇന്ന് ഗോൾഡ് പ്രൈസിൽ 1% കൂടുതലുള്ള ഒരു മൂവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കാണാൻ കഴിയുമെങ്കിലും സിൽവറിൽ നല്ല തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. അവിടെ 1% ഇടിവ് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഡോളർ ഇൻഡെക്സും ആ 100 എന്ന ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇക്വിറ്റിയിലേക്ക് പണം വീണ്ടും പമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് ഡൗൺ ആയതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി നമ്മളെ കഴിഞ്ഞ മാർച്ച് മാസം നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം നിഫ്റ്റി 50യുടെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8 മുതൽ 10% വരെയുള്ള ഒരു ഫോളാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ത്രൂ ഔട്ട് യുദ്ധമായിരുന്നു. അപ്പോൾ അത് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഹൈ വോളറ്റിലിറ്റിയും അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സെല്ലിങ്ങും ഇതൊക്കെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ വലിയ തോതിൽ താഴോട്ടേക്ക് കൊണ്ടുവരുന്നു.
എന്നാൽ അവിടെ ചില സെക്ടറുകളും ചില സ്റ്റോക്കുകളും ഈ ഒരു വലിയ തകർച്ചയിൽ നിന്നും പിടിച്ചു നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എയ്സ് ഇക്വിറ്റി പുറത്തുവിട്ട ചില ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസത്തെ ആ ഒരു മാർക്കറ്റ് തകർച്ചയിലും നല്ല സ്ട്രെങ്ത് കാണിച്ച ചില മേഖലകൾ കാണാൻ പറ്റും. അതിലൊന്ന് പവർ ആൻഡ് റിന്യൂവബിൾ എനർജി മേഖലയാണ്. അപ്പോൾ ഇറാൻ സംഘർഷം കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചത് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ട്രഡീഷണൽ എനർജി സോഴ്സുകളിൽ നിന്നും സോളാർ വിൻഡ് ലെവലിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പൊതുവെ നിക്ഷേപകരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എയ്സ് ഇക്വിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഈ പല പ്രധാനപ്പെട്ട ഈ റിന്യൂവബിൾ മേഖലയിലുള്ള ചില സ്റ്റോക്കുകളുടെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ എനർജി 22 മുതൽ 27% വരെ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ മാസം വാരി എനർജിയും 18 മുതൽ 24% വരെ റിട്ടേൺ നൽകി. അതുപോലെ MV ഫോട്ടോ വോൾട്ടായിക്ക് 15 മുതൽ 20% വരെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ആക്മെ സോളാർ 12 മുതൽ 16% വരെ റിട്ടേൺ നൽകി. അതുപോലെ അദാനി പവർ 8 മുതൽ 10% വരെയും NTPC ഗ്രീൻ എനർജി 5 മുതൽ 7% വരെയും പോസിറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് കാണും. പ്രീമിയർ എനർജിയും വാരി എനർജിയും അവരുടെ കയ്യിൽ വലിയ തോതിലുള്ള ഓർഡർ ബുക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ ഇടിവ് അവരെ കാര്യമായിട്ട് ബാധിച്ചില്ല. കൂടാതെ ഡാറ്റാ സെൻറ്റർ ഡിമാൻഡുകൾ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഡാറ്റാ സെൻറ്ററുകളുടെയും വളർച്ചയ്ക്ക് വലിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അദാനി പവറും NTPC ഗ്രീൻ പോലെയുള്ള ഈ മേജർ സ്റ്റോക്കുകളിൽ നമുക്ക് ഒരു പോസിറ്റീവ് റിട്ടേൺ കഴിഞ്ഞ മാസം ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സെക്ടർ പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നത് കമ്മോഡിറ്റി ആൻഡ് മെറ്റൽ സെഗ്മെൻ്റാണ്. അപ്പോൾ ഈ സംഘർഷങ്ങൾ കാരണം ഈ സപ്ലൈ ചെയിൻ തടസ്സപ്പെടുമെന്ന ഭീതി കാരണം ഈ പല മെറ്റലുകൾക്കും ഡിമാൻഡ് വർദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ ആഗോളതലത്തിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ ഈ സ്വർണം, ലോഹങ്ങൾ, എണ്ണ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഒരു സേഫ് ഹെവണായിട്ട് മാറാറുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള മെറ്റൽ ആവശ്യമുള്ളതിനാൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് വലിയ തോതിലുള്ള പ്രോത്സാഹനം ഇന്ത്യൻ മെറ്റൽ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. മാർച്ച് മാസത്തെ നല്ല പ്രകടനം നടത്തിയ ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാൽക്കോ, നാഷണൽ അലൂമിനിയം കമ്പനി 11 മുതൽ 15% വരെ ഒരു റിട്ടേൺ നൽകിയതായിട്ട് കാണാം. ലോയിഡ് മെറ്റൽസ് 16 മുതൽ 20% വരെ അവർ മുന്നേറിയിരുന്നു. കാരണം അവരുടെ പുതിയ കോപ്പർ പ്ലാന്റ് നിർമ്മാണവും അവരുടെ സ്റ്റോക്ക് മുന്നേറാൻ ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ ഗോദാവരി പവർ ഇവരുടെ പുതിയ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതാണ് ഈ സ്റ്റോക്കിൽ മുന്നേറാനുള്ളൊരു കാരണമുണ്ടായത്. ഇതുപോലെ സുപ്രീം പെട്രോ കെമിക്കൽ അത് 11 മുതൽ 14% വരെ ഒരു മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പിടിച്ചു നിന്നത് ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയാണ്. അതൊരു ഡിഫെൻസീവ് സെക്ടറായിട്ടാണ് നിലകൊണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിപണിയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഈ ഫാർമ ഓഹരികളെ പൊതുവെ സമീപിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നേറ്റം ആ സ്റ്റോക്കുകളിൽ പ്രകടമായിട്ട് കാണാം. ഇപ്പോൾ എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽ 9 to 11% മുന്നേറിയതായിട്ട് കാണാം. ഗ്രാന്യൂൾസ് ഇന്ത്യ 11 to 12% മുന്നേറി. അർബിന്ദോ ഫാർമ 6 to 8% മുന്നേറിയിട്ടുണ്ട്. ഇപ്ക ലാബ് 4 മുതൽ 5% മുന്നേറ്റം കാണാൻ കഴിയും. അതുപോലെ ലൂപ്പിൻ 3 to 4% മുന്നേറിയിട്ട് കാണാം. അപ്പോൾ ഫാർമ സെഗ്മെൻറ്റിൽ മറ്റൊരു പോസിറ്റീവായി വന്നിട്ടുള്ള കാര്യം US-ൻ്റെ FDA അവരുടെ പരിശോധനകൾക്ക് പല കമ്പനികൾക്കും ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാന്യൂൾസിനൊക്കെ അത്തരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തകർന്നത് അത് ഫാർമ ഓഹരികൾക്ക് പോസിറ്റീവായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ വരുമാനം വരുന്നത് ഡോളറിലാണ്. കൂടാതെ പുതിയ മരുന്നുകളുടെ ലോഞ്ചിങ്, ഇപ്പോൾ വൈറ്റ് ലോസ് ഡ്രഗ് ആയിട്ടുള്ള സെമാഗ്ലൂട്ടൈഡിൻ്റെ ആ ഒരു പേറ്റൻറ്റ് കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ജനറിക് ഉൽപ്പാദനത്തിൽ പല കമ്പനികൾ മുന്നോട്ട് വന്നതും ഫാർമയിൽ പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നിഫ്റ്റി 50 ഡൗൺ ആയപ്പോൾ ഫാർമ ഇൻഡെക്സ് മുന്നേറ്റം നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ ചില സ്റ്റോക്കുകളിൽ അവരുടെ സെക്ടർ വളരെ മോശം പെർഫോമൻസ് നടത്തിയിട്ട് പോലും ആ സെക്ടറിലുള്ള ചില സ്റ്റോക്കുകൾ നന്നായിട്ട് മുന്നേറിയിട്ട് കാണാം. അപ്പോൾ അവരുടെ ആ ഒരു പ്രത്യേക ബിസിനസ് മോഡലിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് സെക്ടർ ഡൗൺ ആയിട്ടും ഇവ സെക്ടറിനെ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. അതിലൊന്ന് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് ആണ്. 12 മുതൽ 15% വരെ ഈ സ്റ്റോക്ക് മുന്നേറിയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ഈ ടെൻഷൻസ് കാരണം ഈ കപ്പൽ ചരക്ക് കൂലി വർദ്ധിച്ചത് അത് ഈ സ്റ്റോക്കിന് ഗുണകരമായിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് IRB ഇൻഫ്രാസ്ട്രക്ചറാണ്. 7 to 10% ഈ സ്റ്റോക്ക് മുന്നോട്ട് പോയിട്ട് കാണാം. അതുപോലെ FMCGയിലുള്ള അല്ലെങ്കിൽ റീറ്റെയിൽ മേഖലയിലുള്ള അവന്യൂ സൂപ്പർ മാർട്ട്സ് അത് 6 to 8% മുന്നേറിയിരുന്നു. കാരണം കൺസംഷൻ മേഖലയൊക്കെ ഡൗൺ ആയിട്ടും അത് മുന്നേറിയതായിട്ട് കാണാം. അതുപോലെ സൈഡസ് വെൽനസ് 4 to 6% മുന്നേറുന്നു. അപ്പോൾ FMCG പൊതുവെ അണ്ടർ പെർഫോം ആണെങ്കിലും ഈ സൈഡസ് വെൽനസ്സിനൊക്കെയുള്ള പ്രൈസിങ് പവറാണ് അതിനെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് IT മേഖല ഡൗൺ ആയപ്പോഴും ഈ സ്റ്റോക്ക് 3 to 5% റിട്ടേൺ നൽകിയതായിട്ടാണ്. അതുപോലെ തന്നെ ആപ്പിൾ ഇന്ത്യ 2 to 4% റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയതായിട്ടും കാണാം. ഇത്തരത്തിൽ വാർ പ്രൂഫ് ആയിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ നല്ല പെർഫോം നടത്തിയതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.